ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ തിരുവവതാരമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ വസുദേവർ യശോദ പ്രസവിച്ച ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കാരാഗൃഹത്തിൽ വന്നു ചേർന്നു. വന്നതിന് ശേഷം അദ്ദേഹം പടിവാതിലും മറ്റു കതകുകളുമെല്ലാം ബന്ധിച്ചു. കാരണം കാവൽക്കാർക്കൊന്നും ഒരു സംശയവും തോന്നാൻ പാടില്ല. അപ്പോഴേക്കും കാവൽക്കാർ ഉണർന്നു. നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവർ ജനന വാർത്ത കംസനെ അറിയിച്ചു. കംസൻ മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഉത്കണ്ഠയോടെ ഉറക്കെ പറഞ്ഞു, എൻ്റെ നിഷ്ഠൂരമായ മരണം ഇതാ ജന്മമെടുത്തിരിക്കുന്നു. കംസൻ ആകെ ചിന്താകുലനായി. മരണം അടുത്തെത്തിയിരിക്കുന്നോ എന്നൊരു ഭയം കംസനിൽ ഉണ്ടായി. ഉടൻ തന്നെ ചാടിയെഴുന്നേറ്റ് അയാൾ കുട്ടിയുടെ സമീപത്തേക്ക് പാഞ്ഞു. സഹോദരൻ അടുത്തു വരുന്നത് കണ്ട് സൗമ്യഭാവത്തിൽ ദേവകി അപേക്ഷിച്ചു, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഈ പെൺകുഞ്ഞിനെ കൊല്ലരുതേ. ഇവൾ അങ്ങയുടെ പുത്രൻ്റെ ഭാര്യയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എൻ്റെ ആൺകുഞ്ഞ് അങ്ങയെ വധിക്കുമെന്നാണല്ലോ അശരീരി, അതിനാൽ ഇവളെ കൊല്ലരുതേ. എന്നാൽ നിഷ്ഠൂരനായ കംസൻ ദേവകിയുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടില്ല. ദേവകിയെ അധിക്ഷേപിക്കാനായി അയാൾ ദേവകിയുടെ കയ്യിൽ നിന്നും നവജാത ശിശുവിനെ പിടിച്ചു വാങ്ങി. നിഷ്കരുണം പാറപ്പുറത്ത് അടിക്കാനായി ഓങ്ങി. സ്വയം സംതൃപ്തിക്ക് വേണ്ടി എല്ലാ ബന്ധങ്ങളെയും ബലി കഴിക്കുന്ന നിഷ്ഠൂരനായ സഹോദരൻ്റെ സ്പഷ്ടമായ ഉദാഹരണമാണിത്. പെട്ടെന്ന് ആ ശിശു അയാളുടെ കയ്യിൽ നിന്നും വഴുതിച്ചാടി ആകാശത്തിലേക്കുയർന്ന് വിഷ്ണുവിൻ്റെ ഇളയ സഹോദരിയായി 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. മനോഹരമായ ഉടയാടകൾ, പുഷ്പമാല്യങ്ങൾ, ഹാരങ്ങൾ, ആഭരണങ്ങൾ, 8 കൈകളിൽ ചാപം, ബാണങ്ങൾ, കുന്തം, മണി, ശംഖ്, ചക്രം, വാൾ, പരിച എന്നിവയും ധരിച്ചിരുന്നു. ശിശുവിൻ്റെ മായാരൂപം കണ്ട് സകല ലോകത്തിലുള്ള ദേവഗണങ്ങളും ഉപഹാരങ്ങളുമായി എത്തി. തിരുമുൽ കാഴ്ചവെച്ച് പ്രാർത്ഥന തുടങ്ങി. മുകളിൽ നിന്നുകൊണ്ട് ദേവി കംസനോട് പറഞ്ഞു, നീച, നിനക്കെങ്ങനെ എന്നെ കൊല്ലാൻ കഴിയും? എനിക്ക് മുമ്പേ തന്നെ നിന്നെ കൊല്ലാനുള്ള ശിശു ഈ ലോകത്തെവിടെയോ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ സാധുവായ സഹോദരിയോട് ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു. ഈ അവതാരത്തെ തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വിഭിന്ന നാമങ്ങളിൽ ദുർഗാദേവി അറിയപ്പെടാൻ തുടങ്ങി. ഈ വാക്കുകൾ കേട്ടതോടെ കംസൻ അത്യധികം ഭയക്രാന്തനായി തീർന്നു. അനുകമ്പാപൂർവം ആ നിമിഷത്തിൽ തന്നെ വസുദേവരെയും ദേവകിയെയും ബന്ധന വിമുക്തരാക്കി. തികഞ്ഞ മര്യാദയോടുകൂടി അവരോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, പ്രിയ സഹോദരി, സ്നേഹമുള്ള സ്യാല, ഒരസുരനെ പോലെ ഞാൻ സ്വന്തം അനിന്ദ്രവനെ നിഗ്രഹിച്ചു. നമ്മുടെ ഉറ്റ ബന്ധത്തിനു പോലും വില കൽപ്പിച്ചില്ല. എൻ്റെ എല്ലാ അനിന്ദ്രവരെയും ഞാൻ നിഗ്രഹിച്ചല്ലോ. എൻ്റെ ഇത്തരം പ്രവർത്തികളുടെ ഫലം എന്തായിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബ്രഹ്മഹത്യാ പാപം ചെയ്തവർക്കുള്ള നരകമായിരിക്കാം എനിക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ ദിവ്യപ്രവചനം സത്യമായി ഭവിക്കാത്തതിലാണ് എനിക്കത്ഭുതം. നുണപ്രചരണം മർത്യസമുദായത്തിൽ മാത്രമല്ല ഉള്ളത് എന്ന് ഇപ്പോൾ തോന്നുന്നു. സ്വർഗവാസികളും കള്ളം പറയുമോ? സ്വന്തം സഹോദരിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഗ്രഹിച്ചതിലൂടെ അനേകം പാപപ്രവർത്തികൾ ഞാൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ സഹോദരിയുടെ വയറ്റിൽ പെൺകുഞ്ഞാണല്ലോ ജനിച്ചത്, അശരീരി ആൺകുഞ്ഞ് ജനിക്കുമെന്നാണല്ലോ. ദേവന്മാരും കള്ളം പറയുമോ? ഇങ്ങനെ കംസൻ പറഞ്ഞു. സഹോദരിയോടും ഭർത്താവിനോടും സംസാരിക്കുമ്പോൾ കംസന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു.
അയാൾ അവരുടെ പാദത്തിൽ വീണു. താൻ കൊല്ലാൻ ശ്രമിച്ച ദുർഗാദേവിയുടെ വാക്കുകൾ വിശ്വസിച്ച് കംസൻ ഉടൻ തന്നെ സഹോദരിയെയും ഭർത്താവിനെയും ബന്ധന വിമുക്തരാക്കി. കംസൻ തന്നെ അവരുടെ കയ്യിലെ വിലങ്ങഴിയിച്ചു. അനുകമ്പാപൂർവം കുടുംബ അംഗത്തെ പോലെ സൗഹൃദം പ്രകടിപ്പിക്കുകയും ചെയ്തു. സഹോദരന്റെ പശ്ചാത്താപം കണ്ട ദേവകിയും ശാന്തയായി. തൻ്റെ കുഞ്ഞുങ്ങളോട് അയാൾ കാണിച്ച അത്യാചാരങ്ങളെല്ലാം ദേവകി മറന്നു കഴിഞ്ഞു. കംസൻ ആകെ ചിന്താകുലനായിരുന്നു. എന്തു ചെയ്യും എന്ന് അറിയാത്ത ഒരവസ്ഥ. ദേവന്മാർ പറഞ്ഞത് സത്യമാണോ അല്ലയോ? ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായി കംസൻ തൻ്റെ ഉപദേഷ്ടാക്കളെയെല്ലാം വിളിച്ചുകൂട്ടി തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും എൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് കംസന് തോന്നുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. എന്നാൽ അസുരന്മാർ നിരന്തരം കംസനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അങ്ങയെ കൊല്ലാനായി ജനിച്ച ആരാണോ അവനെ കണ്ടുപിടിച്ച് കൊല്ലണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ രീതിയിൽ കംസനെ ഉപദേശിച്ചു തുടങ്ങി. അസുരന്മാരായ മന്ത്രിമാരുടെ ഉപദേശത്തിന് വഴങ്ങി ആദ്യം മുതൽക്കേ അത്യന്തം നീചനായിരുന്ന കംസൻ എല്ലാം വിഴുങ്ങുന്ന അനശ്വരമായ കാലത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങി. ബ്രാഹ്മണരെയും വൈഷ്ണവരെയും പീഡിപ്പിക്കാൻ തീരുമാനിച്ച അയാൾ അതിനുള്ള ആജ്ഞ നൽകിയിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് കടന്നു. കംസന്റെ അനുചരന്മാരെല്ലാം രജോ ഗുണത്തിന് വിധേയരാണ്, ഒപ്പം തമോ ഗുണത്താൽ മുഗ്ധരും. അതിനും പുറകെ അവരുടെ ഒരേ ഒരു വ്യാപാരം പുണ്യാത്മാക്കളോട് ശത്രുത പുലർത്തുക എന്നത് മാത്രമാണ്. ഇത്തരം പ്രവർത്തികൾ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനേ ഉതകൂ. അസുരന്മാർ ഈ പ്രക്രിയയ്ക്ക് വേഗം കൂട്ടി. തൽഫലമായി എത്രയും പെട്ടെന്ന് തങ്ങളുടെ മരണത്തെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. പുണ്യാത്മാക്കളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഫലം അകാല മരണം മാത്രമല്ല, അങ്ങേയറ്റം അപരാധം കൂടിയാണ്. ഹരേ കൃഷ്ണ, ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ആ ദുഷ്ടപ്രവർത്തികൾ മറന്ന് ഒരു നല്ല പ്രവൃത്തിയിലേക്ക് പോകാൻ തീരുമാനിച്ചാലും നമ്മളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളാണെന്ന് നടിക്കുന്നവരോ സുഹൃത്തുക്കളാണെന്ന് നടിക്കുന്നവരോ ഒക്കെ വീണ്ടും വീണ്ടും നമ്മളെ ദുരിതത്തിലേക്ക് തള്ളിവിടും. നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമ്മൾ അവരുടെ വലയിൽ ചെന്ന് വീഴുമെന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്. കംസൻ ഒന്ന് നന്നാകാൻ തീരുമാനിക്കുമ്പോൾ കൂടെ കൂടിയിരിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും കംസനെ പറഞ്ഞ് തിരുത്തുന്നു. നമ്മൾ ആ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് ഭഗവാൻ ഇവിടെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഹരേ കൃഷ്ണ. ദേവകി വസുദേവന്മാരുടെ യഥാർത്ഥ സന്താനമാണ് കൃഷ്ണൻ. എന്നിട്ടും കംസന്റെ അത്യാചാരങ്ങൾ മൂലം അവർക്ക് പുത്രന്റെ ജാതകർമ്മത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. പക്ഷേ വളർത്തച്ഛനായ നന്ദമഹാരാജൻ ആ ചടങ്ങ് അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. യശോദയ്ക്ക് ഒരാൺകുട്ടി പിറന്നതായി പിറ്റേന്നു തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. വൈദിക രീതി അനുസരിച്ച് കുട്ടിയുടെ ജാതകർമ്മങ്ങൾ ചെയ്യാൻ നന്ദമഹാരാജാവ് ജ്യോതിഷ പണ്ഡിതന്മാരെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തി. കുട്ടിയുടെ ജനനത്തെ തുടർന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ ജനന സമയം കണക്കാക്കി ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ജാതകക്കുറിപ്പ് തയ്യാറാക്കി. കുട്ടിയുടെ കുടുംബാംഗങ്ങൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തി പുഷ്പമാല്യങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കുഞ്ഞിൻ്റെ ഭാവി ഫലമറിയാൻ ജ്യോത്സ്യന്മാരുടെയും കുട്ടിയുടെയും മുമ്പിൽ ചെല്ലുന്നതാണ് മറ്റൊരു ചടങ്ങ്. നന്ദമഹാരാജാവും കുടുംബാംഗങ്ങളും വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് ശിശുവിൻ്റെ ജനനസ്ഥലത്തിന് മുമ്പിൽ വന്ന് ഉപവിഷ്ടരായി. അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബ്രാഹ്മണർ മംഗളമന്ത്രങ്ങൾ ഉരുവിട്ടു. അതിനിടയിൽ ജ്യോത്സ്യന്മാർ ജാതകർമ്മം നടത്തി. ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും അണിയിച്ച് 2 ലക്ഷം പശുക്കളെ നന്ദമഹാരാജാവ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഗോക്കളെ മാത്രമല്ല, കസവ് പട്ടാമ്പരങ്ങളും പലതരം ആഭരണങ്ങളും കുന്നുകുന്നായി ധാന്യങ്ങളും ദാനം ചെയ്യപ്പെട്ടു. ഭൗതിക ലോകത്ത് നാം പല വഴിയിലൂടെ ധനം സമ്പാദിക്കുന്നു.
പലപ്പോഴും ഇത് സത്യസന്ധമോ ധാർമ്മികമോ ആയ രീതിയിൽ ആയിരിക്കില്ല. കാരണം ധനസമ്പാദനത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ്. എന്നാൽ വേദ അനുശാസിക്കുന്നതനുസരിച്ച് ബ്രാഹ്മണർക്ക് ഗോക്കളും സ്വർണവും ദാനം ചെയ്ത് നവജാത ശിശുക്കൾ ശുദ്ധീകരിക്കണം. ഇതാണ് മുൻകാലങ്ങളിൽ മുൻ യുഗങ്ങളിൽ നടന്നിരുന്ന പ്രധാനപ്പെട്ട ചടങ്ങ്. നമ്മൾ പല കഥകളും വായിക്കുമ്പോൾ കേൾക്കാറുണ്ട്, എന്തൊരു നല്ല കാര്യം ഒരു കുടുംബത്ത് നടന്നാലും ധാരാളം ദാനങ്ങൾ ചെയ്യുമായിരുന്നു. അതിലൂടെ ഭയങ്കരമായ ശ്രേയസ്സായിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ശിശുവിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ആവാഹിക്കാൻ വേണ്ടി ജാതകർമ്മം എന്ന ചടങ്ങിൽ ബ്രാഹ്മണർ മുഴുവൻ വേദമന്ത്രങ്ങൾ ഉരവിട്ടു. അങ്ങനെ വളരെ ആഹ്ലാദത്തോടു കൂടി വലിയ വിപുലമായി ഭഗവാന്റെ ജാതകർമ്മം കഴിഞ്ഞു. കൃഷ്ണന്റെ പിതാവായ നന്ദമഹാരാജൻ പുത്രന്റെ ജാതകർമ്മം ആഘോഷിക്കുന്നുവെന്നറിഞ്ഞ മാത്രയിൽ ഗോപന്മാർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അവർ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചു. പലതരത്തിലുള്ള കർണഭൂഷങ്ങളും കണ്ഠാഭരണങ്ങളും തലപ്പാവുകളും അണിഞ്ഞു. പലതരം ഉപഹാരങ്ങളുമായി അവർ നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിലെത്തി. യശോദാമാതാവ് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച വിവരം അറിഞ്ഞപ്പോൾ ഇടയ പെൺകുട്ടികൾ എന്നടക്കം ആഹ്ലാദത്തിലായി. അവരും വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞു. ദേഹം മുഴുവൻ സുഗന്ധവസ്തുക്കൾ പൂശി. അങ്ങനെ നാനാലോകത്തും ആഹ്ലാദം മാത്രമായിരുന്നു പിന്നെ അങ്ങോട്ട് കാണാൻ കഴിഞ്ഞത്. കാലി വളർത്തലാണ് വൃന്ദാവന നിവാസികളുടെ തൊഴിൽ. അതിൽ നിന്നും അവർ സമ്പാദിച്ച സമ്പത്തിന് കയ്യും കണക്കുമില്ല. ഇക്കാര്യം വളരെ പ്രധാനമാണ്. ഗോപന്മാർ വൈശ്യരാണ്. ഗോസംരക്ഷണവും കൃഷിയുമാണ് അവരുടെ പ്രധാന ജോലി. അവരുടെ വാസം ഗ്രാമത്തിലാണ്. ആ വസ്ത്രാഭരണങ്ങളും പെരുമാറ്റവും അവരുടെ ഭൗതിക സമ്പത്ത് അളവറ്റതാണ് എന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. പരസ്പരം വെണ്ണ കൊണ്ടെറിയുന്നതിൽ അവർ ഒരു പിശുക്കും കാണിക്കുന്നില്ല. കാരണം പാലും ക്ഷീരോത്പാദനങ്ങളും വൃന്ദാവനത്തിൽ സമൃദ്ധമാണ്. പാല്, തൈര്, ശുദ്ധീകരിച്ച വെണ്ണ, മറ്റ് ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയാണ് അവരുടെ ധനത്തിൻ്റെ ഉറവിടം. കാർഷികോൽപ്പന്നങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ, ആഭരണങ്ങൾ, ആർഭാടം നിറഞ്ഞ വസ്ത്രങ്ങൾ തുടങ്ങി അളവറ്റ സമ്പത്തും അവർക്കുണ്ട്. വേണ്ടത്ര സമ്പത്ത് കൈവശമുണ്ട് എന്ന് മാത്രമല്ല, നന്ദമഹാരാജാവിനെ പോലെ അത് വാരിക്കോരി കൊടുക്കാനുള്ള മനോഭാവവും അവർക്കുണ്ട്. നന്ദമഹാരാജാവ് തൻ്റെ കുഞ്ഞ് കൃഷ്ണൻ്റെ അവതാരമാണെന്ന് അറിഞ്ഞതേയില്ല. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് സദാ ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വസുദേവരുടെ ഭാര്യമാരിൽ ഏറ്റവും അധികം ഭാഗ്യവതി ബലരാമൻ്റെ മാതാവായ രോഹിണിയാണ്. രോഹിണി ഭർതൃവിരഹം അനുഭവിക്കുകയാണ്. എങ്കിലും നന്ദമഹാരാജാവിനെ അനുമോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുത്രനായ കൃഷ്ണൻ്റെ ജാതകർമ്മത്തിൻ്റെ മുഹൂർത്തത്തിൽ രോഹിണി ഭംഗിയായി ഉടുത്തൊരുങ്ങി വന്നിരുന്നു. ഹാരങ്ങളും മറ്റു കണ്ഠാഭരണങ്ങളും പുഷ്പമാല്യങ്ങളും അണിഞ്ഞ് എങ്ങുമെങ്ങും എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു. വൈദിക രീതി അനുസരിച്ച് ഭർത്താവ് ഗൃഹത്തിലില്ലാത്തപ്പോൾ സ്ത്രീ ഒരിക്കലും വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കാറില്ല. എങ്കിലും ഈ മംഗളമുഹൂർത്തത്തിൽ രോഹിണി ഉടുത്തൊരുങ്ങിയാണ് വന്നത്. കൃഷ്ണന്റെ ജാതകർമ്മത്തിൽ കണ്ട ആർഭാടത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അക്കാലത്ത് വൃന്ദാവനം തികച്ചും സമ്പന്നമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ നന്ദമഹാരാജാവിൻ്റെയും യശോദാമാതാവിൻ്റെയും മകനായി പിറന്നിരിക്കുന്നതിനാൽ ഐശ്വര്യദേവതയുടെ കടാക്ഷം അവിടെ ഉണ്ടായേ പറ്റൂ. വൃന്ദാവനം ഐശ്വര്യദേവതയുടെ വിളയാട്ടത്തിൻ്റെ വേദിയായി കണക്കാക്കപ്പെട്ടു. ജാതകർമ്മത്തിൻ്റെ ചടങ്ങുകൾക്ക് ശേഷം നന്ദമഹാരാജാവ് കംസന്റെ സർക്കാരിന് നികുതി അടയ്ക്കാനായി മധുരയിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. പോകുന്നതിന് മുമ്പ് അവിടെയുണ്ടായിരുന്ന പ്രമാണികരായ ഗോപന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മധുരയിലേക്ക് പോവുകയാണ്, വൃന്ദാവനത്തെ സംരക്ഷിച്ചു കൊള്ളണം. നന്ദഗോപർ മധുരയിലെത്തി. അവിടെ വെച്ച് വസുദേവരെ കാണുകയും ചെയ്തു. വസുദേവർ ഉദ്യോഗപൂർവം കുട്ടികളെ പറ്റി ചോദിച്ചു. ബലരാമനും കൃഷ്ണനും വസുദേവരുടെ മക്കളായിരുന്നു. ഇപ്പോൾ
നന്ദഗോപരുടെ സംരക്ഷണയിലാണ്. വസുദേവരുടെ ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടയാളാണ് ബലരാമൻ. അന്ന് രോഹിണി നന്ദഗോപൻ്റെ സംരക്ഷണയിലായിരുന്നു. യശോദയുടെ സഹോദരിയാണ് രോഹിണി. കൃഷ്ണനെ യശോദയുടെ അടുക്കലെത്തിച്ചിട്ട് പകരം യശോദയുടെ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടു പോന്നതും വസുദേവർ തന്നെയാണല്ലോ. ബലരാമൻ വസുദേവരുടെ പുത്രനാണെന്ന് നന്ദമഹാരാജാവിന് അറിയാമായിരുന്നു. എന്നാൽ കൃഷ്ണൻ വസുദേവരുടെ പുത്രനാണെന്ന് നന്ദൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വസുദേവർക്ക് എല്ലാം അറിയാമായിരുന്നു. അദ്ദേഹം കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് അന്വേഷിച്ചു. വസുദേവർ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് പ്രായമായി, ഒരു പുത്രനുണ്ടായി എന്നറിഞ്ഞു. കാണാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. കുട്ടികൾ സുഖമായിരിക്കുന്നോ? ഈ വിധമെല്ലാം അന്വേഷിച്ചു. എല്ലാ വിശേഷങ്ങളും നന്ദഗോപരിൽ നിന്നും വസുദേവർ അറിഞ്ഞു. എന്നിട്ട് വസുദേവർ പറഞ്ഞു, പ്രിയപ്പെട്ട നന്ദ, നികുതി അടച്ചു കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വഗൃഹത്തിലേക്ക് മടങ്ങൂ. ഗോകുലത്തിൽ 2 കുട്ടികളുള്ളതല്ലേ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാലോ? വസുദേവരും നന്ദനും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിനു ശേഷം വസുദേവർ സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. എങ്കിൽ മാത്രമേ അതനുസരിച്ചിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അടുത്തത് നമുക്ക് പൂതനാമോക്ഷം പറയാം. എല്ലാവരും അഭിപ്രായം പറയുക. കേൾക്കേണ്ടവരൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടോളൂ. അപ്പോൾ എനിക്ക് പറയാൻ വളരെ താല്പര്യം തോന്നും. പൂതനാമോക്ഷം ജന്മാഷ്ടമി ദിവസം പറയാൻ ഞാൻ തീരുമാനിച്ചത്, ഭഗവാനിൽ നിന്നും ഒരു അസുര സ്ത്രീക്ക് മോക്ഷം ലഭിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നു. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമുക്കുണ്ട്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കണ്ണുകൊണ്ട് പോലും അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടുപോലും നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും. അതിൽ നിന്നൊക്കെ ഒരു മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തതാണ്. അപ്പോൾ ആ മോക്ഷം കൊടുക്കുന്ന കഥ ഭഗവാന്റെ ജനന ദിവസം കേൾക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അന്ന് ഞാൻ വീഡിയോ ഇടാം. വൈകുന്നേരം 8 മണിക്ക് വീഡിയോ ഇടാം. എല്ലാവരും അത് കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എല്ലാവരും നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാവുക. അഭിപ്രായങ്ങൾ നിർബന്ധമായി നിങ്ങൾ പറയണം. എങ്കിലേ എനിക്കൊരു സന്തോഷം തോന്നത്തുള്ളൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ.